അതായത് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും യോജിക്കാത്ത ധാരാളം കാര്യങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ആഘോഷ ത്വര തന്നെ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പുഴകളും ഒരു സമുദ്രത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ആഘോഷങ്ങളും അവസാനം വന്നു ചേരുന്നത് DJ പാർട്ടിയിലാണ്. എല്ലാ ആഘോഷങ്ങളും വന്നു ചേരുന്നത് കൂത്താട്ടത്തിലാണ്. അവസാനം കൂടിയാടലുകളാണ്. അതിലാണ് ഒക്കെ വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും അതിൽ വലിയ ആവേശമുള്ളത്. അപ്പോൾ അത് എൻ്റെ വ്യക്തിത്വത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ ഒരു ടീച്ചറോ ഒരു മാഷോ ഒന്ന് മാറി നിന്നാൽ അവനെന്തോ ഒരു ഭയങ്കര കുഴപ്പക്കാരൻ, അവനെന്തോ ഒരു പ്രശ്നക്കാരൻ. എന്നിട്ട് എല്ലാവരും പാടെ ഇങ്ങനെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇങ്ങനെ തുറച്ച് നോക്കുക, ഇതിലൊന്നും കൂടുതലല്ലേ, അപ്പോൾ ഇവനെന്തോ ഒരു മോശക്കാരനാണ് അല്ലേ. ചില PTA മീറ്റിങ്ങുകളിലൊക്കെ വിശദീകരണം ചോദിക്കാൻ കാത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, വിദ്യാലയങ്ങളിൽ വരുന്നതൊക്കെ മതനിരപേക്ഷമായിരിക്കണം ഏത് വിഷയവും. കാരണം ഗവൺമെൻറ് മതത്തിൻ്റെ ഗവൺമെൻറ് അല്ല ഇന്ത്യ രാജ്യത്തുള്ളത്, മതനിരപേക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് തീർത്തും 100% മതനിരപേക്ഷമായിരിക്കണം. ഒരു മതത്തിൻ്റെ എലമെന്റുകളും അതിലുണ്ടാകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ തത്വം. ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാവരും എല്ലാതും ചെയ്താലേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന ഒരു സോഷ്യൽ പവറിലേക്ക് കൊണ്ടുവന്ന് അവനവന്റെ വിശ്വാസവും അവനവന്റെ സംസ്കാരവും ഒഴുകിയില്ലാതെയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങൾ മാറുന്നുണ്ട്. അവിടെ തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ഞാൻ മാറി നിൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും, ഞാൻ ചെയ്യേണ്ടതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കാനും ഒരാൾക്ക് എന്തുവാണ്, അവകാശമാണ്.